പറയാൻ പോകുന്നത് ഡെറിവേഷനാണ്. ഗവേണിംഗ് ഇക്വേഷൻസ് ഫോർ നോർമൽ ഷോക്ക്. നോർമൽ ഷോക്കിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് പൊതുവെ നമുക്ക് പറയാമല്ലോ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, എനർജി ഇക്വേഷൻ, മൊമെൻ്റ് ഇക്വേഷൻ, പിന്നെ സ്റ്റേറ്റ് ഇക്വേഷൻ. ഇതൊക്കെയാണ് 4 ഇക്വേഷൻസ് പൊതുവെ എല്ലാത്തിനെയും ബാധിക്കാറുള്ളത്, ഗവേൺ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് കൺസിഡർ ചെയ്യുക. കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ്. അപ്പോൾ നമ്മൾ ഡക്റ്റ് പൊതുവെ വരയ്ക്കാറുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ്. അപ്പോൾ ഏരിയ കോൺസ്റ്റൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ A = കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ്, കോൺസ്റ്റൻ്റ് ഏരിയ ഫ്രിക്ഷൻലെസ് ഡക്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രിക്ഷൻലെസ് ഡക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണ്, ഇതിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ഷോക്ക് വേവ് കൺസിഡർ ചെയ്യുക. ഇതാണ് ഷോക്ക് വേവ്. സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കലി ഇങ്ങനെ ഒരു ഡാഷ് ഇങ്ങനെ ഹാച്ചിങ് ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ ഇങ്ങനെ വരച്ചാലും മതി. ഇത് അടുത്തായി പോയി, കുഴപ്പമില്ല, ഇങ്ങനെയും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു നോർമൽ ഷോക്ക്, പിന്നെ കോൺസ്റ്റൻ്റ് ഏരിയ ഫ്രിക്ഷൻലെസ് ഡക്റ്റ്. ഇനി ഈ ഷോക്ക് വേവ് ഇതിന് കൺസിഡർ ചെയ്യുന്നത് ഒരു കൺട്രോൾ വോളിയത്തിനകത്താണെന്ന് നമ്മൾ ആക്കുന്നു. ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യുന്നതിന് ചുറ്റും. അത് നമുക്ക് ഇക്വേഷൻസ് ചെയ്താൻ പറ്റുള്ളൂ. ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യുന്നു. ഇതാണ് കൺട്രോൾ വോളിയം. അപ്പോൾ ഷോക്ക് വേവ് കൺസിഡർഡ് ടു ബി കണ്ടെയ്ൻഡ് ഇൻ എ കൺട്രോൾ വോളിയം എന്ന് പറയും. ഇനി കണ്ടിന്യൂറ്റി, മൊമെൻ്റം, എനർജി, സ്റ്റേറ്റ് ഇക്വേഷൻസ് ആണ് ഇതിലൂടെയുള്ള ഫ്ലോവിനെ ഗവേൺ ചെയ്യുന്നത്. ഇനി അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം അറിയാലോ. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം അപ്സ്ട്രീം, മുൻഭാഗം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ശേഷമുള്ള ഭാഗം ഡൗൺ സ്ട്രീം. അപ്പോൾ ഇതിവിടെ ഫ്ലോ, ഇവിടുത്തെ വെലോസിറ്റി വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റീനെ നമ്മൾ എക്സ് എന്നുള്ള, ഈ ഭാഗത്തിന് മൊത്തം നമ്മൾ എക്സ് എന്ന് വിളിക്കും, ഈ ഭാഗത്തിന് മൊത്തം വൈ എന്ന് വിളിക്കും. സ്മോൾ ലെറ്റർ എക്സും വൈ. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റിനെ എന്ത് വിളിക്കും? CX എന്ന് വിളിക്കും. ഇവിടെയുള്ള വെലോസിറ്റിനെ CY എന്ന് വിളിക്കും. അതുപോലെ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ TX, ഇവിടെ TY. ഇവിടുത്തെ പ്രഷർ ആണെങ്കിലോ PX, ഇവിടുത്തെ പ്രഷർ PY. അങ്ങനെ XY 2 സെക്ഷനുകൾ. അതായത് ബിഫോർ ഷോക്ക്, ആഫ്റ്റർ ഷോക്ക്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ബിഫോർ ഷോക്ക്. വൈ എന്ന് പറയുന്നത് ആഫ്റ്റർ ഷോക്ക് സംഭവിച്ചതിന് ശേഷം. നമ്മളോടൊരു HS ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ PX. അപ്പോൾ ഇതൊരു പ്രഷർ ലൈൻ വരയ്ക്കുന്നു. ഇതൊരു പ്രഷർ ലൈൻ PX, ഇനീഷ്യൽ പ്രഷർ PX. അതിലൊരു പർട്ടിക്കുലർ എൻട്രോപ്പിയിൽ നമ്മൾ ഈ പോയിന്റ് നോട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ പോയിന്റ്, എക്സ് എന്നുള്ള പോയിന്റ്, ഈ പോയിന്റ്, ഈ സ്റ്റേറ്റ്. ഇനി നമ്മളപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാം? അതിലൂടെ നമ്മൾ ഒരു ഫാനോ ലൈൻ വരയ്ക്കുകയാണ്. ഒരു ഫാനോ ലൈൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തതിൽ പറയും. ഒരു ഫാനോ കർവ് ഇങ്ങനെയാണ് വരിക. കാരണം ഒരു ഫാനോ കർവ് വരിക, ഫാനോ കർവ്. ഇനി നമ്മൾ ഈ പോയിന്റിലൂടെ തന്നെ ഒരു റാലി കർവ് വരിക്കും. റാലി പ്രോസസ്. ഇപ്പോൾ റാലി പ്രോസസ്സിൻ്റെ കർവ് ഇങ്ങനെ വരിക. അപ്പം എന്താണ് ഈ ഫാൻ, എന്താണ് ഈ റാലി? അപ്പോൾ പലതരം ഫ്ലോകൾ, അതായത് ഫ്ലോയിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ പേരിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സംഭവം എന്താണ്? ഐസെൻട്രോപിക് ഫ്ലോ. അതിൽ ഫ്രിക്ഷൻ ഉണ്ടാവുമോ? ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെയുള്ളത് ഫാനോ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഉണ്ടാകും. F ഫോർ ഫ്രിക്ഷൻ. F ഉണ്ടോ? F ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ട്, അങ്ങനെ ഓർക്കാം.
ഫ്രിക്ഷൻ ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. പിന്നെ റാലി ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? റാലി ഫ്ലോയിൽ ഫ്രിക്ഷൻ ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെയുള്ളത് ഐസോതെർമൽ. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ പറ്റുള്ളൂ, എന്നാലും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവുള്ളൂ. പിന്നെ അതിൽ ഫ്രിക്ഷനും ഉണ്ടാവും. ആണ് സംഭവം. അപ്പോൾ ഈ 4 കോമ്പിനേഷൻ വന്നില്ലേ, രണ്ടും ഇല്ലാത്തത് ഐസെൻട്രോപ്പിക്, രണ്ടുള്ളത് ഐസോതെർമൽ, ഫ്രിക്ഷൻ മാത്രമുള്ളത് ഫാനോ റാലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിലും നമ്മൾ ഫാനോ പ്രോസസ്സും റാലി പ്രോസസ്സും രണ്ടും വരയ്ക്കുകയാണ്. അത് 1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് X എന്നുള്ള പ്രഷറിൽ നിന്ന് Y എന്നുള്ള പ്രഷറിലേക്ക്, അതായത് X എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് Y എന്നുള്ള സ്റ്റേറ്റിലേക്ക് ഇതിൽ ഏത് കർവ് വഴിയെ ഇത് രണ്ടും ഒബേ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഈ ഷോക്ക് എന്ന് പറയുന്ന സംഭവം രണ്ടും ഒബേ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാനോൻ്റെ ഇക്വേഷൻസ് എല്ലാം ഒബേ ചെയ്യണം, റാലിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഒബേ ചെയ്യണം. അപ്പോൾ രണ്ടും ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുന്ന പോയിൻ്റ് ഇതായിരിക്കും. രണ്ടും ഒബേ ചെയ്യണമെങ്കിൽ ഈ പോയിന്റിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണത്, രണ്ട് ഇക്വേഷൻസ്, റാലിയുടെ ഇക്വേഷൻസ് എല്ലാം ഒബേ ചെയ്യുന്ന കർവ് ഇതാണ്, ഫാനോൻ്റെ ഇത്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഇതാണ് ആ Y എന്നുള്ള സ്റ്റേറ്റ് വരിക. അപ്പോൾ നമ്മുടെ ഷോക്ക് ഇങ്ങനെയായിരിക്കും, ഷോക്ക് വേവ് ഇങ്ങനെയിരിക്കും. ഷോക്ക് വേവ് ഇത്ര ഷാർപ്പ് ഇതിരി ചെരിഞ്ഞിട്ട് വേണം വരയ്ക്കണമെങ്കിൽ. എന്തായാലും എൻട്രോപ്പിയിൽ വ്യത്യാസം, എൻട്രോപ്പി കൂടുന്നുണ്ട്. ഇത്തിരി ചെരിയാം, കുറച്ചും കൂടി ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ Y എന്ന് പറഞ്ഞു, ഈ പോയിൻ്റ് X ഇത് Y. അപ്പോൾ ഈ Y എന്നുള്ളതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രഷർ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇത് PY. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാണ്. അപ്പോൾ അതിന് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് m ഡോട്ട് ഈക്വൽ ടു എന്നാണ് കോൺസ്റ്റൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? m ഡോട്ട് ഈക്വൽ ടു എന്നാണ്, m ഡോട്ട് ഈക്വൽ ടു റോ AC ആണ്. അപ്പോൾ നമ്മുടെ കേസിൽ എന്ത് വരും? X ഉണ്ട്, കൺട്രോൾ വോളിയത്തിൻ്റെ ഇവിടെയുണ്ട്, ഈ ഭാഗമുണ്ട്. അപ്പോൾ ഇതിലൂടെ വരുന്നത് ഇവിടെ തിരിച്ച് പോകണമല്ലോ. അപ്പോൾ എന്ത് വരും നമ്മുടെ കേസിൽ? റോ X, AX, CX. ഈ AX എന്ന് ഏതായാലും അർത്ഥമില്ല, കാരണം ഏരിയ രണ്ടിൻ്റെ സെയിം ആണല്ലോ. ഈക്വൽ ടു റോ Y, AY, CY. ഏരിയ വ്യത്യാസം ഉണ്ടെങ്കിൽ AX, AY എന്ന് എഴുതാം. ഇനി നമ്മുടെ കേസിൽ എന്ത് വരും? ഈ ഏരിയ രണ്ടും സെയിം ആണ്. അപ്പോൾ റോ X, CX ഇൻറ്റു A എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈക്വൽ ടു റോ Y, CY ഇൻറ്റു A. അപ്പോൾ m ഡോട്ട്. എന്താ കാരണം? AX ഈക്വൽ ടു AY ഈക്വൽ ടു A കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്, ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അതിനെ പുറത്തോട്ട് കൊണ്ടുവരാം ഇതിൻ്റെ അടിയിലേക്ക്. അപ്പോൾ m ഡോട്ട് ബൈ A എന്ത് വരും? റോ X, CX ഈക്വൽ ടു റോ Y, CY. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കിട്ടി. കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഒരു ഫോം ഇങ്ങനെ കിട്ടി നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? എനർജി ഇക്വേഷൻ നോക്കാം. എനർജി ഇക്വേഷൻ, അഡിയബാറ്റിക് എനർജി ഇക്വേഷൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റി പറയുകയാണ്. ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് നെഗ്ലിജിബിൾ. അതായത് ഇതിനെ ക്രോസ് ഹീറ്റ് ട്രാൻസ്ഫർ നെഗ്ലിജിബിൾ ആണെങ്കിൽ നമ്മുടെ കേസിൽ നെഗ്ലിജിബിൾ ആണ്. പിന്നെ Q equal to 0 in absence of shaft work, external work done ഒന്നുമില്ലല്ലോ. അപ്പോൾ W 0. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ ഈ അഡയാബാറ്റിക് എനർജി ഇക്വേഷൻ
എന്ത് വരും? അപ്ലൈഡ് ടു കൺട്രോൾ വോളിയം. അപ്ലൈഡ് ടു കൺട്രോൾ വോളിയം ഗീവ്സ് കൺട്രോൾ വോളിയം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എച്ച് കോൺസ്റ്റൻ്റ് ആണെന്ന് വരും. അതായത് എന്ത് വെച്ച് എച്ച് നോട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. എച്ച് നോട്ട് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. കാരണം എന്താണ്, ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നുമില്ല. അപ്പോൾ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, പിന്നെ ഫ്രിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന കൺട്രോൾ വോളിയത്തിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നുമില്ല. അപ്പോൾ എച്ച് നോട്ട് സ്റ്റാഗ്നേഷൻ എന്തൽപി കോൺസ്റ്റൻ്റ് ആവണ്ടേ. അതിൻ്റെ അർത്ഥം എന്താണ്, എച്ച് നോട്ട് എക്സും എച്ച് നോട്ട് വൈ. ഇതിന് മുമ്പുള്ളതും ഇതിന് ശേഷമുള്ളതും എന്തായേ പറ്റുള്ളൂ, സെയിം ആയേ പറ്റുള്ളൂ. അപ്പോൾ എച്ച് നോട്ട് എക്സ് എച്ച് നോട്ട് വൈ ഇറ്റ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എച്ച് നമുക്കറിയാം ഓൾറെഡി എന്താണ്, സി പി ടി ആണെന്നറിയാം. അപ്പോൾ എന്ത് വരും, ഇംപ്ലൈസ് ടി നോട്ട് എക്സ് ഈക്വൽ ടു ടി നോട്ട് വൈ ഈക്വൽ ടു ടി നോട്ട്. സ്റ്റാഗ്നേഷൻ എന്തൽപി, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് എഴുതാം, നമ്മളിങ്ങനെ എഴുതാറില്ലേ, എന്താണ് എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 ഇസ് എ കോൺസ്റ്റൻ്റ് എഴുതി കൂടെ. ഇസ് എ കോൺസ്റ്റൻ്റ്. ആ കോൺസ്റ്റൻ്റ് ആണ് എച്ച് നോട്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എന്ത് വരും, എക്സിൽ എച്ച് എക്സ് പ്ലസ് സി എ സ്ക്വയർ ബൈ 2 ഇക്വൽ ടു എച്ച് വൈ പ്ലസ് സി വൈ സ്ക്വയർ ബൈ 2 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട എനർജി ഇക്വേഷൻ. ഇനി അടുത്തത് മൊമെൻറ്റം ഇക്വേഷൻ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമ്മുടെ കേസിൽ ഈ ഡി എം ബൈ ഡി ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡി എം ബൈ ഡി ടി ഒരുമിച്ച് ഇങ്ങനെ എഴുതിയിട്ട് ഇൻറ്റു ചേഞ്ച് ഇൻ വി. ഇത് എം ബൈ ഡി ടി ഇൻറ്റു ഡി വി ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. എം ബൈ ഡി ടി ഇൻറ്റു ഡി വി ചേഞ്ച് ഇൻ വെലോസിറ്റി. ഏത് എം ഡോട്ട് ഇൻറ്റു വി ടു മൈനസ് വി വൺ. നമ്മൾ വി എന്ന് എഴുതാറില്ല, പകരം എന്താണ് സി ടു മൈനസ് സി വൺ ഇങ്ങനെ എഴുതാം നമുക്ക് എഫിനെ. അപ്പോൾ നമ്മുടെ കേസിൽ എന്ത് വരും, മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഞാൻ ഉദ്ദേശിക്കുന്നത് മൊമെൻറ്റം ഇക്വേഷനിൽ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ നമ്മുടെ കേസിൽ എന്ത് വരും, എം ഡോട്ട് ഇവിടെ ഇനീഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്തായിരിക്കും, എം ഡോട്ട് ഇൻറ്റു സി എക്സ് ആയിരിക്കും. എം ഡോട്ട് ഇൻറ്റു സി എക്സ്. ഫൈനൽ മൊമെൻറ്റം എം ഡോട്ട് ഇൻറ്റു സി വൈ. അപ്പോൾ എം ഡോട്ട് സി വൈ മൈനസ് എം ഡോട്ട് സി എക്സ് കോമൺ ആയിട്ട് എഴുതുമ്പോൾ എം ഡോട്ട് ഇൻറ്റു സി വൈ മൈനസ് സി എക്സ്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്, ഇവിടെ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും, ഇവിടെ പി എക്സ് ഇവിടെ പി വൈ. അപ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ എത്രയായിരിക്കും, പി എക്സ് മൈനസ് പി വൈ ഇൻറ്റു ഏരിയ. അപ്പോൾ ഇനി ഈ ഏരിയ പുറത്തോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ പി എക്സ് മൈനസ് പി വൈ ഈക്വൽ ടു എം ഡോട്ട് ബൈ എ ഇൻറ്റു സി വൈ മൈനസ് സി എക്സ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ഓൾറെഡി അറിയാം. അതായത് നമുക്ക് ഇതിനുള്ളിലേക്ക് കൊടുക്കാം, എം ഡോട്ട് ബൈ എ ഇൻറ്റു സി വൈ മൈനസ് എം ഡോട്ട് ബൈ എ ഇൻറ്റു സി എക്സ് ഇങ്ങനെ എഴുതാമല്ലോ. അതായത് പി എക്സ് മൈനസ് പി വൈ. ഇനി ഈ എം ഡോട്ട് ബൈ എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാം. എം ഡോട്ട് ബൈ എ നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. മുമ്പ് ചെയ്തു വെച്ചെന്നിട്ടാണ് കണ്ടോ, കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ എം ഡോട്ട് ബൈ എ ഈക്വൽ ടു റോ എക്സ് സി എക്സ് എഴുതാം, അല്ലെങ്കിൽ റോ വൈ സി വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ ഉപയോഗിച്ചുകൂടെ. എം ഡോട്ട് എ ഈക്വൽ ടു എന്താണ്, അവിടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, റോ വൈ സി വൈ എന്ന് ഉപയോഗിക്കും. ഇവിടെ എന്ത് ചെയ്യും, എം ഡോട്ട് ബൈ എക്ക് പകരം റോ എക്സ് സി എക്സ് എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇതെന്ത് വരും, റോ വൈ സി വൈ സ്ക്വയർ മൈനസ് റോ എക്സ് സി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ലെഫ്റ്റ് സൈഡിലോ പി എക്സ് മൈനസ് പി വൈ. ഇനി ഇതിനെന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിനൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഈ എക്സിൻ്റെ സൈഡിലേക്ക് ഇതിനെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും, പി എക്സ് ഇത് മൈനസ് ഒന്ന് പ്ലസ് ആയി മാറും. റോ എക്സ് സി എക്സ് സ്ക്വയർ ഇക്വൽ ടു പി വൈ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും, പി വൈ പ്ലസ് റോ വൈ സി വൈ സ്ക്വയർ.
ഓക്കെ. ഇനി ഈ കാണുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും വേണമെങ്കിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ. py പ്ലസ് റോ വൈ ഇൻറ്റു സി വൈ സ്ക്വയർ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പി ഇത് എന്ത് വരും? നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പി എ പ്ലസ് റോ സി സ്ക്വയർ എ, അതെന്താണ്? ഇമ്പൾസ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് എഫ് ഈക്വൽ ടു എന്താണ്? പി എ പ്ലസ് റോ സി സ്ക്വയർ എ, ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ കിട്ടിയത് ഇമ്പൾസ് ഫംഗ്ഷൻ അല്ലേ? ഇവിടെ ഇമ്പൾസ് ഫംഗ്ഷൻ, ഇവിടെ ഇമ്പൾസ് ഫംഗ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ എഫ് എക്സ് എന്ന് എഴുതാം, ഇവിടെ എഫ് ഐ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ. അപ്പോൾ നമുക്ക് മൊമെൻറ്റം ഇക്വേഷനിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് ഇമ്പൾസ് ഫംഗ്ഷൻ മസ്റ്റ് ബി സെയിം അക്രോസ് എ ഷോക്ക്. അക്രോസ് എ ഷോക്ക് എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ ആണെന്നുള്ളത് കിട്ടി. പിന്നെ വേറെന്ത് കിട്ടിയത്? എം ഡോട്ട് ബൈ എ കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടി. പിന്നെ എച്ച് എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ ബൈ ടു ഈക്വൽ ടു എച്ച് വൈ പ്ലസ് സി വൈ സ്ക്വയർ ബൈ ടു ഇങ്ങനെ കിട്ടും, ഈക്വൽ ടു എച്ച് നോട്ട് എന്നാണ് ഇതാണ്. പിന്നെ മൊമെൻറ്റം ഇക്വേഷനുള്ളിൽ നിന്ന് കിട്ടിയതാണ് ഈ പറഞ്ഞ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ. ഇനി മൊമെൻറ്റ് ഇക്വേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എൻട്രോപ്പി ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ എൻതാൽപ്പി അറിയാലോ, എൻതാൽപ്പി എന്തായാലും ആസ് എ ഫംഗ്ഷൻ ഓഫ് എൻട്രോപ്പി ആൻഡ് ഡെൻസിറ്റി ആണ്. ഇനി എൻട്രോപ്പിയോ? എൻട്രോപ്പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ഡെൻസിറ്റി ആണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം 4 ഇക്വേഷൻസ് വഴി നമുക്ക് ഈ കർവ് പറയാം. ഈ കർവ് വന്നത് അങ്ങനെയാണ്. ഈ പ്രോസസ്സുകളിൽ 4 പ്രോസസ്സിൽ ഏതാണെങ്കിലും ഈ പറഞ്ഞ കർവുകൾ ബാധകമാണ്. അപ്പോൾ ഐസെൻട്രോപ്പിക് ഒഴിച്ചിട്ടോ, നമ്മുടെ കേസിൽ ഐസെൻട്രോപ്പിക് ഇതിൽ വരുന്നില്ല. ഫാനോ റാലി ഇത് രണ്ട് വരുന്നത് നമ്മുടെ കേസിൽ. ഫാനോ റാലി. അപ്പോൾ ഫാനോ കർവും ഒബേ ചെയ്യണം, റാലി കർവും ഒബേ ചെയ്യണം. അപ്പോൾ രണ്ടും നമ്മുടെ ഷോക്ക് ഒബേ ചെയ്യണം. അപ്പോൾ രണ്ടും ഒബേ ചെയ്യണമെങ്കിൽ നമ്മുടെ പോയിൻ്റ് ഇവിടെ വേണം. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ്, റാലിയും ഫാനും കർവ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഷോക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ പോയിന്റിലേക്കാണ് സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് ഫാനോ ലൈൻ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാം. ഫാനോ ലൈനിനെ പറ്റിയിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ ഫാനോ ലൈനും റാലി ലൈനും വരയ്ക്കുകയാണെങ്കിൽ ടെക്സ്റ്റിൽ ഉള്ള ഇതാണ്. SME ഹൈ ടെക്സ്റ്റിലുള്ള ഫിഗറാണത്. കണ്ടില്ല ഷോക്ക്? ഞാൻ പറഞ്ഞില്ല കുറച്ച് ചെരിവ് കണ്ടില്ല. ഞാൻ വരച്ചപ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റീപ്പായി പോയി, നേരെ മുകളിലേക്ക് വന്നു. ഇത്തിരി ചെരിവിൽ വരയ്ക്കണമെന്നുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ നമ്മൾ ഈ സ്റ്റാഗ്നേഷൻ പ്രഷറൊക്കെ നമുക്ക് വേറെ ഡെറിവേഷൻ ആവശ്യമുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിന് വേണ്ടി വരില്ല. ഉണ്ടെങ്കിൽ തന്നെ മുകളിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അവിടെ നിന്ന് മുകളിലേക്ക് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഫാനോ ലൈനിൽ എച്ച് നോട്ട് എക്സ് ഇക്വൽ ടു എച്ച് നോട്ട് വൈ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫാനോ ലൈൻ ഇങ്ങനെ വരാൻ നോക്കുന്നത്. ഫാനോ ലൈനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും വേറൊരു മൊഡ്യൂളുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഫാനോ ലൈൻ ഡിസ്ക്രൈബ്സ് എന്താണ്? ഒരു ക്യൂ ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത ഒരു ഫ്ലോ ആണ്. ക്യൂ ഈക്വൽ ടു ഫ്ലോ എവിടെയാണ്? കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് വിത്ത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ ഉണ്ടാവും. ഞാൻ പറയില്ല F ഫോർ ഫ്രിക്ഷൻ. H0 എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. M ഡോട്ട് ബൈ A കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ്. കാരണം എന്താ? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ M ഡോട്ട് എന്ത് വരും? അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്
കർവിൻ്റെ രണ്ടാമത്തെ പോയിന്റ് y എന്നുള്ള സ്റ്റേറ്റ് ഫാനോ ലൈൻ വഴി വരികയാണെങ്കിൽ എം ഡോട്ട് ഈക്വൽ ടു റോ വൈ എ വൈ സി വൈ എന്ന് എഴുതാം. അതിൽ നിന്നും എന്ത് കിട്ടും? റോ വൈ ഈക്വൽ ടു, ഇവിടെ തന്നെ എഴുതാം, നമുക്ക് അടിയിൽ എഴുതാം. റോ വൈ ഈക്വൽ ടു എന്ത് വരും? എം ഡോട്ട് ബൈ എ 1/c/. ഇക്വേഷൻ നമ്പർ 1, അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ മറ്റൊരു ഫോം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെയാണ്, അതിന് മറ്റൊരു ഫോം. ഇനി HY എന്ത് വരും? അർത്ഥം നമ്മൾ ഇതിൻ്റെ ആയിരുന്നു H0 ഈക്വൽ ടു h+c²/2. അപ്പോൾ ഇവിടെ x കൊടുക്കാൻ വേണമെങ്കിൽ ഇവിടെ x കൊടുത്താൽ ഇവിടെ x കൊടുക്കണം, ഇവിടെ y കൊടുക്കണമെങ്കിൽ ഇവിടെ y കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ y കൊടുക്കാം. y കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? HY plus cy²/2. അപ്പോൾ HY എന്ത് വരും? HY ഈക്വൽ ടു എന്തൊരു H0 മൈനസ് cy²/2. നമ്മളിതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു സൈഡിലേക്ക്. അപ്പോൾ HY ഈക്വൽ ടു H0 മൈനസ് cy²/2. ഇനി എൻട്രോപ്പി ഇസ് എ ഫങ്ഷൻ ഓഫ് Py, പ്രഷറും ഡെൻസിറ്റി അറ്റ് y. ഇത് എനർജി ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ എനർജി, മൂന്നാമത്തെ സ്റ്റേറ്റ് ഇക്വേഷൻ. ഇനി ഈ മൂന്ന് കർവിലും ഇത് മൂന്ന് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെൻസിറ്റി എച്ച്, ഇത് സി വൈ, എല്ലാത്തിലും സി വൈ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ സി വൈ, നമുക്ക് പല പല വാല്യൂസ് ഓഫ് സി വൈ എന്താവും? ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സി വൈ ഇക്വേഷൻ 1, 2, 3 defines ഫാനോ ലൈൻ ഇൻ HS ഡയഗ്രാം. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ കർവ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് HS ഡയഗ്രത്തിൽ. HMS കിട്ടണ്ടേ? HMS കിട്ടിയാലേ കർവ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പല പല സി വൈ കൊടുത്തു കഴിഞ്ഞാൽ പല പല സി വൈക്ക് HS ഓരോ വാല്യൂ കിട്ടും, എച്ചിൻ്റെ എസിൻ്റെയും വാല്യൂ. അപ്പം അങ്ങനെ കിട്ടുന്ന കർവ്. ഓക്കെ, അപ്പോൾ ഫാനോ ലൈൻ നമുക്ക് കിട്ടി ഫിഗറിൽ. ഇനി ഈ ഫാനോ ലൈനിൽ മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ m=1 എന്നുള്ളൊരു ഷോ ദാറ്റ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നില്ല, കൺഫ്യൂഷൻ വരണ്ട. ഇനി റാലി ലൈൻ പറഞ്ഞതിന് ശേഷം അവസാനം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി റാലി ലൈൻ വരയ്ക്കാമെന്ന് പറയാം. അപ്പോൾ റാലി ലൈൻ അല്ലെങ്കിൽ റാലി കർവ്. അപ്പോൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യണം എന്താണ്? റാലി കർവ് ഡിസ്ക്രൈബ്സ് ഫ്രിക്ഷൻ ഉണ്ടോ? ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻലെസ് ഫ്ലോ. ഏരിയ എന്താണ്? കോൺസ്റ്റൻ്റ് ആണോ? അതെ, ഏരിയ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡക്റ്റിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടോ? ഉണ്ട്, വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ. ഇതിന് റാലി ഫ്ലോ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് ഗവേൺഡ് ബൈ ഏതൊക്കെയാണ്? കണ്ടിന്യൂറ്റി, മൊമെൻ്റ്, സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നേരത്തെ എഴുതിയ സംഭവം സെയിം തന്നെയാണ്. ഞാനിന്ന് പോയി നോക്കി നോക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ കണ്ടില്ലേ? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എം ഡോട്ട് ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റോ വൈ ഈക്വൽ ടു എം ഡോട്ട് എ ബൈ 1/c/. അപ്പോൾ ആ സംഭവം തന്നെ സെയിം. റോ വൈ ഈക്വൽ ടു എന്താണ്? എം ഡോട്ട് എ ഇൻറ്റു 1/c/. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് കണ്ടിന്യൂറ്റി. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ നേരത്തെ എന്ത് എഴുതിയത്? നേരത്തെ എഴുതിയത് HY എന്ന് പറഞ്ഞ എഴുതിയില്ലേ? നമ്മൾ ഈ കേസിൽ ഇത് ഈ കേസിൽ നമ്മളെന്താണ്? ഈ കേസിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രഷറിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രഷർ PY പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ PY ഇൻ ടേംസ് ഓഫ് PX എഴുതണം. അപ്പോൾ എന്ത് വരും? നമുക്ക് ഓൾറെഡി അറിയാം മൊമെൻ്റ് ഇക്വേഷൻ പ്രകാരം എന്താണ്? ഫ്രം മൊമെൻ്റ് ഇക്വേഷനിൽ എന്ത് കിട്ടിയത്? മൊമെൻ്റ് ഇക്വേഷനുള്ളിൽ നിന്ന് കിട്ടിയത് മൊമെൻറ്റം ഇക്വേഷനുള്ളിൽ നിന്ന് Fx = Fy എന്ന് കിട്ടിയില്ലേ? ഇമ്പൾസ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എന്നുള്ളത്. Fx = Fy എന്ന് പറയുന്ന അർത്ഥം എന്താണ്? Fx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Px AX + ρ CX²
ഈക്വൽ ടു പി വൈ എ വൈ പ്ലസ് റോ സി വൈ സ്ക്വയർ എ. അപ്പോൾ ഇതിൽ എ കോൺസ്റ്റൻ്റാണ് രണ്ട് സൈഡിൽ, രണ്ട് സൈഡിൽ നിന്ന് വെട്ടി കളഞ്ഞിട്ട് അവസാനം എന്ത് വരും? പി എക്സ് പ്ലസ് റോ സി എക്സ് സ്ക്വയർ ഈക്വൽ ടു പി വൈ പ്ലസ് റോ സി വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ പി വൈ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? പി എക്സ് പ്ലസ് റോ എക്സ് സി എക്സ് സ്ക്വയർ മൈനസ് റോ വൈ സി വൈ സ്ക്വയർ എന്ന് കിട്ടും. മൊമെൻ്റ് ഇക്വേഷൻ. ഇനി സ്റ്റേറ്റ് ഇക്വേഷൻ എസ് വൈ എൻട്രോപ്പി ടു വൈ കിട്ടാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ ഓഫ് എൻട്രോപ്പീസ് ഫംഗ്ഷൻ ഓഫ് എന്തായിരിക്കും? ഡെൻസിറ്റിയും പ്രഷറും. നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൻസിറ്റിയും പ്രഷറായിട്ട് ഉണ്ടാ, ഡെൻസിറ്റി പ്രഷർ ആൻഡ് ഡെൻസിറ്റി. അപ്പോൾ പ്രഷർ ആൻഡ് ഡെൻസിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്താണ് കർവ് കിട്ടാൻ വേണ്ടിയിട്ട് 4 ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എന്ത് സി വൈ കണ്ട്, ഇതിൽ സി വൈ ഉണ്ട്, ഇതിൽ സി വൈ ഉണ്ട്. അപ്പോൾ 4 ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സി വൈ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3ൽ ഗീവ്സ് എന്താണ്? ഡിഫൈൻ 1, 2, 3 ഡിഫൈൻ റാലി കർവ്, റാലി ലൈൻ ഓൺ എവിടെ? ഓൺ എച്ച് എസ് ഡയഗ്രാം, അല്ലെങ്കിൽ ഓണല്ല ഇൻ എച്ച് എസ് ഡയഗ്രാം. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലേ റാലി കർവ്, ഇങ്ങനെയാണ് പോകുന്നു റാലി കർവ്, ഇത് ഫാനോ കർവ്. ഇനി ഇതിലും എന്തുണ്ട്? ഷോ ദാറ്റ് ഗ്യാസ് വെലോസിറ്റി അറ്റ് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഓൺ റാലി ലൈൻ ഇസ് സോണിക്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അതായത് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു മാക്സിമം എൻട്രോപ്പി പോയിന്റ്, എൻട്രോപ്പി ഇങ്ങനെ കൂടി വന്നിട്ട് പിന്നെ കുറഞ്ഞു വരണം. അപ്പോൾ ഇവിടെ ഒരു മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഉണ്ട്. അതുപോലെ ഇതിലും ഒരു മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള മാക് നമ്പർ ഈക്വൽ ടു 1 ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. മാക് നമ്പർ അറ്റ് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഈസ് 1 എന്നുള്ളത് ഷോ ദാറ്റ്. ഓക്കെ, അതൊരു വേറെ ഇതാണ്, പ്രോബ്ലമായിട്ട് നമുക്ക് വേറെ ഡെറിവേഷൻ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ ആയിരുന്നു ഡയറക്റ്റ് ഗവേണിംഗ് ഇക്വേഷൻസ് ഫോർ നോർമൽ ഷോക്ക്. അപ്പോൾ അതിനെ നമ്മൾ ഫിഗർ വരച്ചു, ഷോക്ക് വരച്ചു, ബിഫോർ ഷോക്ക്, ആഫ്റ്റർ ഷോക്ക്, എക്സ് വൈ എന്നൊക്കെയാണ് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. എച്ച് എസ് ഡയഗ്രത്തിൽ കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഫാനോ ലൈനും റാലി ലൈനും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതി, എനർജി ഇക്വേഷൻ എഴുതി, പിന്നെന്താണ് മൊമെൻ്റം ഇക്വേഷൻ എഴുതി. മൊമെൻ്റം ഇക്വേഷനുള്ളിൽ നിന്ന് കിട്ടി എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ എന്ന് കിട്ടി, ഇമ്പൾസ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എന്നുള്ളത് കിട്ടി. ഇക്വേഷൻ സ്റ്റേറ്റ് എഴുതി. ഇനി എന്ത് ചെയ്തു? ഈ കാണുന്ന കാര്യങ്ങൾ ഫാനോയിലും റാലിയിലും അപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ ചെയ്തു നോക്കി. ഫാനോ ലൈൻ ഡിഫൈൻ ചെയ്തു. ഫാനോ ലൈനിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത ഫ്രിക്ഷനുള്ള ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എം ഡോട്ട് എ കോൺസ്റ്റൻറ്റ് പ്രോസസ് റിവേഴ്സിബിൾ ആണ്, കാരണം പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷനും എഴുതി. കണ്ടിന്യൂറ്റി ഇക്വേഷൻ സ്പെഷ്യൽ കേസ് പറഞ്ഞു, ഫാനോ ലൈനിൻ്റെ കേസിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതി. അതുപോലെ എനർജി ഇക്വേഷൻ എഴുതി, പിന്നെ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതി. എന്നിട്ട് ഇതുവഴി നമ്മൾ ഇതിൽ കർവ് വരച്ചു, ഫാനോൻ്റെ കർവ് വരച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫാനോ ലൈൻ കൂടാതെ റാലി ലൈൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ഡക്റ്റിൽ ഫ്രിക്ഷൻ ഇല്ല, പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ എന്ത് ചെയ്തു? അതിന് തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതി. പിന്നെ എന്താണ്? നമുക്ക് അഡയബാറ്റിക് എനർജി ഇക്വേഷൻ എഴുതാൻ പറ്റില്ല, കാരണം ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളതുകൊണ്ട് H0 കോൺസ്റ്റൻ്റ് അല്ല. H0 കോൺസ്റ്റൻ്റ് ആവുമോ? ഇല്ല, H0 നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ H0ൻ്റെ ഇക്വേഷനിൽ എഴുതിയില്ല. എനർജി ഇക്വേഷന് ഇതിൽ എഴുതാൻ പറ്റില്ല, എനർജി ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല, കാരണം പുറത്തുനിന്ന് ഹീറ്റ് വരുന്നുണ്ട്. മൊമെൻ്റ് ഇക്വേഷൻ ഇതിലും നേരത്തെ നമ്മൾ എഴുതാൻ വിട്ടുപോയതായിരിക്കും. ഇതിലും മൊമെൻ്റം ഇക്വേഷൻ സ്റ്റേറ്റ് കൂടാണ്ടൊരു ഒരു മൊമെൻ്റം ഇക്വേഷൻ, ഇവിടെ വേണമെങ്കിൽ മൊമെൻ്റം ഇക്വേഷൻ കൂടി അപ്ലിക്കബിൾ ആണ്. മൊമെൻ്റം ഇക്വേഷൻ പ്രകാരം പി വൈ കൊണ്ട് അത് മൊമെൻ്റം ഇക്വേഷനും ഇവിടെ എഴുതാവുന്നതാണ്.
വിട്ടുപോയതാണ്. അപ്പോൾ 4 ഇക്വേഷൻസ് ഉണ്ട്, കണ്ടിന്യൂറ്റി, മൊമെൻറ്റം, എനർജി, സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ റാലി ലൈനിലും ഈ പറയുന്ന 4 ഇക്വേഷൻസും ഇതിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ എഴുതി. റാലി ലൈനിൽ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ എനർജി ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള വ്യത്യാസമാണ് വരുന്നത്. ബാക്കി ഇതെല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി, ഈ റാലി ലൈൻ വരച്ചു. ഇനി എന്താണ് ഷോക്കിൻ്റെ ഇത്, ഷോക്കിൻ്റെ നേച്ചർ റാലിയിലും പെടും ഫാനലിലും പെടും. ഇതിലേത് വേണമെങ്കിൽ പെടാം, ചെറിയ നേരം ഇതിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുന്ന കേസ്, ഇത് ഷോക്ക് സംഭവിക്കുന്ന റാലി ഫ്ലോ ആണെന്ന് പറയാൻ പറ്റില്ല, റാലി ഫ്ലോ മാത്രമാണ് ഈ ഷോക്ക് എന്ന് പറയാനും പറ്റില്ല, ഫാൻ ഓഫ് ഫ്ലോ മാത്രമാണ് ഷോക്കിൻ്റെ നേച്ചർ എന്ന് പറയാൻ പറ്റില്ല. രണ്ടും ചേർന്നതാണ്, രണ്ടും ആവാം, രണ്ടും വരണമെന്നുണ്ടെങ്കിൽ 2 ഇത് ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് മാത്രമേ അതിലുള്ളൂ, രണ്ടും കൂടി ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഷോക്ക് സംഭവിക്കേണ്ടത് ഇങ്ങനെ സംഭവിക്കുള്ളൂ. ഷോക്കിൻ്റെ ഇത് ഇങ്ങനെയാണ്, സെക്കൻഡ് പോയിന്റ് വരിക, ഈ പോയിന്റിലായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ സംഭവിക്കണം ഷോക്കിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഫൈൽ. ജസ്റ്റ് ആയിട്ട് ഷോക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഉദ്ദേശം ഗവേർണിംഗ് ഇക്വേഷൻ ഫോർ നോർമൽ ഷോക്ക് നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ.